ഭാവിയിലേക്ക് നല്ല രീതിയിൽ കച്ചവടം കിട്ടാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നു തുടങ്ങി. ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞതല്ലേ ഉള്ളൂ. അതിന്റെ ഒരു പരസ്യമൊന്നും ആയിട്ടില്ല. പരസ്യമൊക്കെ ആകുമ്പം ബോർഡൊക്കെ വെച്ച് കഴിയുമ്പോൾ ആൾക്കാരായി തുടങ്ങും. ഹായ്, ടിജോയാണ്. ഞാനിപ്പോൾ ഇടുക്കി ജില്ലയിലെ കുളമാവിലാണ്. ഹൈ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കുളമാവിൽ ടൂറിസം പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ്. ടോഞ്ചിയും കയാക്കിങ് അടക്കം നിരവധി പരിപാടികളാണ് നടക്കാൻ പോകുന്നത്. ലൈവ് വ്ലോഗ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് 2 പേർക്ക് കയറാവുന്ന കയാക്കിംഗ് ആണ്. ഇത് 3 പേർക്ക് കയറാവുന്ന കൊട്ടവഞ്ചികൾ, ഒരാൾക്ക് കയറാവുന്ന കയാക്കിങ്, അപ്പുറത്ത് 2 പേർക്ക് കയറാവുന്ന കയാക്കിങ്. JCB രണ്ടലിൽ വരുന്ന കേരള ഹൈഡൽ ടൂറിസം ആണ് ഇത് നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് റവന്യൂ ഷെയറിൽ ഇപ്പൊ കയാക്കിങ്ങും കൊറാക്കും നടത്തുന്നത്. അപ്പോൾ ഇതിന്റെ ഉദ്ഘാടനം ഇന്നലെയായിരുന്നു അല്ലേ? ആരും ഉദ്ഘാടനം ചെയ്ത് ഉദ്ഘാടനം ചെയ്തല്ലേ? നമുക്ക് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തൊക്കെയോ ഇവിടെ ഉള്ളത്? നമുക്ക് ഇവിടെ 2 ആക്ടിവിറ്റീസ് ആണ് വരുന്നത്. അതില് കയാക്കിങ്ങും കൊറാക്കിളുമാണ് വരുന്നത്. കയാക്കിങ് നമുക്ക് സിംഗിൾ പേഴ്സൺ ആയിട്ടാണെങ്കിൽ 250 ആണ് റേറ്റ് വരുന്നത്. ഡബിൾ പേഴ്സൺ ആണെങ്കിൽ 400 രൂപയാണ് റേറ്റ് വരുന്നത്. രണ്ടാമത് നമുക്ക് കൊട്ടവഞ്ചിയാണ് വരുന്നത്. കൊട്ടവഞ്ചിക്ക് 2 പേർക്ക് 350 ആണ് റേറ്റ് വരുന്നത്. 3 പേർക്ക് ആകുമ്പോൾ 450 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ വന്ന് എങ്ങനെയാ നമുക്ക് നേരെ ഓൺലൈൻ ആണല്ലോ, ഓൺലൈൻ ബുക്കിംഗ് അല്ലേ? നമുക്ക് അല്ലാണ്ട് ബാറ്റ് പാസം കൊടുക്കാം. ഓൺലൈനാണ് മെയിനായിട്ട് പോകുന്നത്. അപ്പൊ ഒരു പ്രവർത്തന സമയം എപ്പം തൊട്ട് പോരെ? നമുക്ക് 9:15 സ്റ്റാർട്ട് ചെയ്യും. 9:15 തൊട്ട് 5:15 വരെയാണ്. 5:15 വരെയാണ്. ചേച്ചി 2 ചായ. അപ്പൊ ചേച്ചി ഇവിടെ കൊട്ടവഞ്ചിയും ഈ കയാക്കിംഗ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ, നമുക്ക് എങ്ങനെ കച്ചവടമൊക്കെ ആയി വരുമായിരിക്കും? ഭാവിയിലേക്ക് നല്ല രീതിയിൽ കച്ചവടം കിട്ടാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നു തുടങ്ങി. ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞതല്ലേ ഉള്ളൂ. അതിന്റെ ഒരു പരസ്യമൊന്നും ആയിട്ടില്ല. പരസ്യമൊക്കെ ആകുമ്പോൾ ബോർഡൊക്കെ വെച്ച് കഴിയുമ്പോൾ ആൾക്കാരായി തുടങ്ങും. പിന്നെ ഇത്തിരി കൂടി റേറ്റ് കുറച്ച് കിട്ടിയാൽ ജനങ്ങൾക്കൊരു ഉപകാരമായിരിക്കും. സാധാരണ ജനങ്ങളാണല്ലോ ഇവിടെ ഉള്ളത്. അപ്പം കുളമാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശോചനാവസ്ഥയാണല്ലോ. അതെ. ഇത് വർഷങ്ങളായിട്ട് ഈ പുരോഗതിയെ കുറിച്ച് ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇന്നാണ് ഇതൊരു യാഥാർത്ഥ്യമായത്. അതെ. എന്താന്ന് വെച്ചാൽ കുളമാവിന്റെ ഒരു മുഖച്ഛായ മാറുന്നത് തന്നെ ഒരു സംഭവമായിട്ട്. അതെ. ടൂറിസം ആണ് മെയിൻ ആയിട്ട്. നന്നായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല മെച്ചമായിരിക്കും. നാട്ടുകാർക്കും എല്ലാ കച്ചവടക്കാർക്കും എല്ലാവർക്കും ഇതുകൊണ്ട് നല്ലൊരു പാർക്ക് ഡാമിന്റെ സൈഡിൽ ഒരു ചെറിയ പാർക്ക് തുടങ്ങിയിട്ടുണ്ട്. ടൂറിസത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതെ. ടൂറിസം ഡിപ്പാർട്ട്മെന്റ്. പിന്നെ ഇവിടെ വീണ്ടും ഡെവലപ്പ് ആകും. ഇവിടെ വനിതകൾക്കുള്ള ഒരു പൊതു ടോയ്ലറ്റും എല്ലാം വരും. നമുക്ക് ഇനി ഭാവിയിലോട്ട് കുളമാവ് നമുക്ക് വികസിക്കുന്നത് പ്രതീക്ഷിക്കാല്ലേ? അതെ. ഈ ടൂറിസത്തിലൂടെയാണ് കാരണം ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തന്നെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നേരത്തെ. അതെ. അപ്പൊ ഇനി ഇതൊക്കെ വന്ന് കുളമാവ് വികസിക്കുന്നത് പ്രതീക്ഷിക്കാല്ലേ? ഇപ്പൊ ഇടുക്കിയിലേക്ക് അവധിക്കാലം ആഘോഷിക്കാൻ വരുന്ന വിനോദസഞ്ചാരിയായി നിങ്ങൾ കുളമാവില് ഇവിടെ വരിക. ഇവിടുത്തെ നമ്മുടെ കയാക്കിങ്ങും കൊട്ടവഞ്ചിയൊക്കെ ആസ്വദിക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.